യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 24-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു. ഭൂമിയിലെ ഉന്നതന്മാർ ക്ഷീണിച്ചു പോകുന്നു, ഭൂമി അതിലെ നിവാസികളാൽ മലിനമായിരിക്കുന്നു. അവൻ പ്രമാണങ്ങളെ ലംഘിച്ച് ചട്ടങ്ങളെ മറിച്ച് നിത്യ നിയമത്തിന് ഭാഗം വരുത്തിയിരിക്കുന്നു എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കൾ, നിത്യ നിയമത്തിന് ഭംഗം വരുത്തിയിരിക്കുന്നു എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, അപ്പോൾ ഭൂമിയിലെ ഈ ഭൂമിയും ഈ ആകാശമായാലും ഭൂമിയായാലും ഭൂമിയിലുള്ള സകല സസ്യാദികളായാലും മൃഗമോ പക്ഷികളോ എന്തായാലും ദൈവം സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടിയാണ് സൃഷ്ടിച്ചത്. പക്ഷേ ഈ മനുഷ്യൻ ഈ ഭൂമിയെ ബൗദ്ധമായിട്ട് നോക്കാതെ അതിനെ മാലിന്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. തൻ്റെ ദുർസ്വഭാവങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ തങ്ങൾ ജോലി എന്ന് പറഞ്ഞല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങൾ കൊണ്ട് കൈക്കൂലി വാങ്ങിയും കൊടുത്ത് ഇങ്ങനെ പല കാര്യങ്ങളിൽ ദുഷിച്ച പ്രവൃത്തികളാണ് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദുഷ്ടത ഭൂമിയിൽ നിറയുമ്പോൾ കർത്താവ് ഈ ഭൂമിയിലെ ന്യായം വിധിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയ ദൈവമക്കളെ, ദൈവം ഈ നമുക്കായിട്ട് നൽകി തന്ന ദാനമായ ഈ ഭൂമിയെ സംരക്ഷിക്കാനും അതിലുള്ള നിവാസികളായ നാം ദൈവകൽപ്പനയ്ക്ക് അനുസരിച്ചിരിക്കേണ്ടതുമാകുന്നു. അല്ലെങ്കിൽ ദൈവം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇതിനെ നശിപ്പിച്ച് കളയും എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, അപ്പോൾ ഈ ഭൂമിയുടെ കാര്യങ്ങളിൽ നാം ഇരിക്കുമ്പോൾ നമുക്കറിയാം, ഈ ഭൂകമ്പങ്ങൾ, മഴകൾ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ബൈബിളിൽ അതുകൊണ്ട് ജനത്തിൻ്റെ പാപങ്ങൾ പെരുകുമ്പോൾ ഭൂമിയിൽ ദൈവത്തിൻ്റെ ന്യായവിധി വരും എന്ന്. അപ്പോൾ നാം നമ്മെ തന്നെ ദൈവത്തിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ പ്രമാണങ്ങളെയും ചട്ടങ്ങളെയും മീറാതെ അതിൽ തന്നെ നടപ്പാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.